ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ചെറിയ ഒരളവിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചില്ലി മഷ്റൂമാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. സാമാന്യം വലിപ്പമുള്ള ഒരു 10 ബട്ടൺ മഷ്റൂം വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. വളരെ കുറഞ്ഞ വിഭവങ്ങൾ കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റേറിയൻ സൈഡ് ഡിഷാണിത് കേട്ടോ. അപ്പോൾ ഈ ചില്ലി മഷ്റൂം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഈ മഷ്റൂം ഒന്ന് മുക്കി ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഫ്രൈ ചെയ്യാനായിട്ടുള്ള ബാറ്ററാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലോറും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ നോർമൽ ചില്ലി പൗഡർ, പിന്നെ ഒരു 1/8 ടീസ്പൂൺ അല്ലെങ്കിൽ മാക്സിമം 1/4 ടീസ്പൂൺ ഉപ്പ്. ഏറ്റവും അവസാനമായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് ക്യാമറ ഓണാക്കാൻ മറന്നുപോയതാണ് കേട്ടോ. ഇത് കട്ടി കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം ഓരോ മൈദയും ഓരോ രീതിയിലല്ലേ, അപ്പോൾ അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1/2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മാക്സിമം 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ. കാരണം ബാറ്റർ ഒരുപാടങ്ങ് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിയെല്ലാം ഇട്ട് വഴറ്റി നമ്മൾ മഷ്റൂം ഇട്ട് ഇതൊക്കെ ഇട്ട് ഇളക്കുമ്പോഴത്തേക്ക് സോസുകളെല്ലാം ഇട്ട് ഇളക്കുമ്പോഴേക്ക് ആ പുറത്തുള്ള ആ ഒരു കോട്ടിങ് അങ്ങ് ഇളകിപ്പോവും ഒരുപാട് ലൂസാണെങ്കിൽ. അപ്പോൾ കഴിയുന്നതും 1/2 കപ്പ് വെള്ളം കൊണ്ട് തന്നെ മാനേജ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഈ മഷ്റൂം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രിപ്പറേഷന് കോക്കനട്ട് ഓയിൽ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഒരുപാടങ്ങ് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്യല്ല, പക്ഷേ ഫ്ലെയിം കുറഞ്ഞു പോകല്ലേ, മീഡിയം ഫ്ലെയിമിൽ വേണം ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇട്ട് കൊടുത്തിട്ട് ഉടനെ ഇളക്കാനും നിൽക്കില്ല, ഒരുമാതിരി ഒരു പരുവമായി കഴിഞ്ഞിട്ടേ പെതുക്കെ ഇതൊന്ന് ഇളക്കി കൊടുക്കാവുള്ളൂ. അത് പെരിയെ ആ ചൂടെണ്ണയ്ക്കകത്ത് കിടക്കുമ്പോൾ തന്നെ പെരിയെ ഒന്ന് അനക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് വിട്ടുവിട്ട് അങ്ങ് പോരും. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഈ ചാനലും ഈ റെസിപ്പിയൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പികളുണ്ട്. നിങ്ങൾക്കതൊക്കെ പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പം ഞാൻ വേറെ പറഞ്ഞ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഒരു 3 സാമാന്യം വലിപ്പമുള്ള കഷ്ണം അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ചിൻ്റെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറൊക്കെ സൈഡിലാവാൻ തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 മീഡിയം വലിപ്പത്തിലുള്ള പച്ചമുളക് നടുവേ ഒന്ന് മുറിച്ചിട്ട് പിന്നെയും ഒരു 3 മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് കൊച്ചു കുഞ്ഞുങ്ങൾക്കായാലും കാണാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് വലിപ്പത്തിൽ തന്നെയാണ് മുറിച്ചിട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു കണക്കിന് 10 മഷ്റൂമിൻ്റെ കണക്കിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു വലിയ ഒരു സവാളയുള്ളി ഇച്ചിരി വലിയ ക്യൂബ്സായിട്ട് മുറിച്ചിരിക്കുകയാണ്. പിന്നെ 2 കളറുള്ള ക്യാപ്സിക്കത്തിൻ്റെ ഒരു 2 കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1/4 ഭാഗം കാണും, അല്ലെ മാക്സിമം ഒരു 1/2 ഭാഗം. ഇപ്പം നമ്മുടെ പച്ചമുളക് ചെറുതായിട്ടൊന്ന് വഴന്നു വന്നപ്പോഴേക്കും നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ഉള്ളി ഏതുപോലെയാണ് മുറിക്കുന്നത്. നിങ്ങൾക്കറിയാലോ ചൈനീസിനകത്തൊക്കെ കിടക്കുന്നത് ഇച്ചിരി വലിയ പീസസ് ആയിട്ടാണ് കിടക്കുന്നത്. അത് ഒരുപാടങ്ങ് വഴന്നു പോവുകയും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി. ഉള്ളി തീരെ അങ്ങ് വഴന്നു പോകാതെ ചെറുതായിട്ടൊന്ന് കടിക്കുന്ന രീതിയിൽ കിടക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായിട്ടുള്ളൊരു ടേസ്റ്റും ടെക്സ്ചറും കിട്ടുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു പിടി, അതായത് നിങ്ങൾക്ക് കാണാമല്ലോ 2 ക്യാപ്സിക്കം കൂടെ എടുത്തു കഴിഞ്ഞാൽ 2 കളറിലുള്ള ക്യാപ്സിക്കമാണ് എടുത്തത്. 2ഉം കൂടെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1/4 ഭാഗം കാണും. ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗം ഉണ്ടാവും. ക്യാപ്സിക്കം കൂടി ഇട്ടിട്ടാണെന്നുണ്ടെങ്കിലും ഒരുപാട് അങ്ങ് വഴന്നു പോവുകയൊന്നും വേണ്ട. അതിൻ്റെ ആ ഒരു ക്രഞ്ചി ടെക്സ്ചർ ഒരു കാരണവശാലും മാറാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ നമുക്ക് അതിലോട്ട് വേണ്ടത് കുറച്ച് സോസുകളാണ് വേണ്ടത്. സോസുകൾ ചേർക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. കുഞ്ഞായിട്ട് അരിഞ്ഞ സ്പ്രിംഗ് അണിയന് 1 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് അണിയൻ കൂടെ ചേർത്തത് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് സോസുകൾ ചേർക്കാമേ. ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ലെവലായിട്ട് ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് സോയാ സോസാണ്. ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഡാർക്ക് സോയാ സോസ് 1 ടേബിൾ സ്പൂണാണ്. അത് മാക്സിമം 1.5 ടേബിൾ സ്പൂണിൽ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് 1 ടീസ്പൂണാണ് ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിലോട്ട് വേണ്ടത് 1/4 ടീസ്പൂൺ കുരുമുളക് ചെറുതായിട്ട് തരിയായിട്ട് പൊടിച്ചതും 1/4 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്യണം. ഇനിയും വേണ്ടത് 2 കാര്യങ്ങളും കൂടെ ഉള്ളൂ. കോൺഫ്ലവർ ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് അതൊന്ന് റെഡിയാക്കി വെക്കണം കേട്ടോ. ആ സോസുകളെല്ലാം കൂടി ഒഴിച്ച് നല്ല ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ബാറ്റർ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം എല്ലാം ഇതിനകത്തോട്ടിട്ട് അതിൻ്റെ പുറത്തെ ആ ഒരു കോട്ടിങ്
ഇളകി പോകാത്ത രീതിയിൽ സൂക്ഷിച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കോൺഫ്ലവറിൻ്റെ കൂട്ട് ആദ്യമേ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഏറ്റവും അവസാനം കോൺഫ്ലവർ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതങ്ങോട്ട് ഒഴിച്ച് ചൂടാകുമ്പം തന്നെ പെട്ടെന്ന് അതിൻ്റെ ഗ്രേവി വളരെ ചെറുതായിട്ടേ ഉള്ളെങ്കിൽ പോലും നന്നായിട്ട് അങ്ങ് തിക്കാവും. ഇപ്പം നോക്കിയപ്പോൾ ഉപ്പ് കുറച്ചുകൂടെ വേണമെന്ന് തോന്നിയത് കൊണ്ട് ഏറ്റവും അവസാനം കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുത്തു. ഈ കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സ്ചറും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് ചൂടാകുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് വറ്റിക്കോളും കേട്ടോ. ഇത് നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നീട്ടിയാൽ മതി. പക്ഷേ കുറച്ച് ഡ്രൈ ആയിട്ട് ഇങ്ങനെ പെരണ്ടിരിക്കുന്ന രീതിയിൽ എടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത കോൺഫ്ലവർ എല്ലാം പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയിട്ട് നല്ല ഒരു പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ടെക്സ്ചറിലായിപ്പോൾ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിംഗ് അണിയനും കൂടെ മുറിച്ചത് വെച്ചിട്ടുണ്ട്. അതിട്ട് ഗാർണിഷ് ചെയ്തിട്ട് ഞാനൊന്ന് കാണിച്ചു തരാവേ. ഈ ഒരു ചില്ലി മഷ്റൂം നമുക്ക് പല കാര്യങ്ങളുടെ കൂടെയും കഴിക്കാം കേട്ടോ. നമുക്ക് ചപ്പാത്തിയോ പൊറോട്ടയോ ഇടിയപ്പമോ ഫ്രൈഡ് റൈസ് നൂഡിൽസ് അതിൻ്റെ കൂടെയൊക്കെ നമുക്കിത് സൈഡ് ഡിഷായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു ഡിഷ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന തന്നെയല്ല, വളരെ കുറച്ച് ചേരുവകളല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്